ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യം കയറി വരുമ്പോൾ ഹർഷയെ കാണുമ്പോൾ മര്യാദക്ക് ഇറങ്ങടി എന്ന് പറയുമ്പോൾ പ്രതിഭ പറയുന്നുണ്ടല്ലോ, ഇവിടെ അമ്മയും ഇന്ദ്രട്ടനും അറിയാതെ ഇവളെ ഇവിടെ പിടിച്ചു നിർത്തില്ലല്ലോ എന്ന്. അത് കേൾക്കുന്ന എന്താ നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടോടെ തന്നെ എടാ നീ ഇങ്ങനെ കിടന്ന് ചിലക്കണ്ട, ഇന്നലെ അവിടെ രവി ഉണ്ടായിരുന്നില്ല, രവിയുടെ വീട് പൂട്ടിപ്പോയത് കൊണ്ട് തന്നെ അങ്ങ് ഹർഷയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഹർഷ ഒരു ഗർഭിണിയായ പെണ്ണല്ലേ, 6 മാസം ഗർഭിണിയല്ലേ, അതുകൊണ്ട് അവളെ കൊണ്ടുവന്നതിൽ എന്താ തെറ്റ്? അത് കേട്ടോടെ തന്നെ ഇന്ദ്രട്ടൻ്റെ സംസാരം ഇങ്ങനെയാണോ? എടാ ഇന്നലെ രവി വീട് പൂട്ടിപ്പോയി, അത് സത്യം തന്നെ. അവൻ വീട് പൂട്ടിപ്പോയ ഹർഷക്ക് നിൽക്കാനൊരു സ്ഥലമില്ല. അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമില്ല, അവൾക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്നെയും അമ്മയെയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ രവി വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സത്യന് ആഹാ, രണ്ടുപേരും 2 കഥകൾ പറയുന്നു. എന്നാൽ ഈ 2 കഥകളും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇതൊക്കെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കും. കാരണം ഇവളന്ന് അനുചേച്ചിയുടെ വീട്ടിൽ ചെന്നതിലാണല്ലോ അനുചേച്ചിയുടെ കുടുംബജീവിതം തകർന്നത്. അതുപോലെ ഇവിടെയും ഞാനും സോനയും ഇല്ലാത്ത സമയം കയറി വന്ന് ഇവിടുത്തെ ജീവിതം തകർക്കാനായിരിക്കും ഇവളുടെ കയറി വരവ്. അത് കേൾക്കുന്ന ഹർഷക്ക് മൊത്തത്തിൽ കല്ലി തുള്ളുന്നുണ്ട്. എന്നിട്ട് പറയണേ, നിങ്ങളോട് രണ്ടാളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീട് ശരിക്കും വ്യഭിചാരമാക്കി എടുക്കാനുള്ള പരിപാടിയാണോ? അത് കേൾക്കുന്ന ഇന്ദ്രന് എടാ എന്താടാ നീ പറഞ്ഞത്? വായിൽ തോന്നിയത് വിളിച്ചു പറയുകയോ? അത് ഇന്ദ്രൻ ഇവിടെ ഈ ഹർഷയെ കയറ്റിയത് അവളുടെ ഭർത്താവ് അവിടെ വീട് പൂട്ടിപ്പോയി എന്ന് എന്നോട് പറഞ്ഞില്ലേ, അതിനാ നീ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണേ, ഇത് വ്യഭിചാരമാക്കിയെടുക്കുക അമ്മയും മകനും കൂടിയിട്ട്. അത് കേട്ട ഉടനെ സുശീല പറയണേ, എടാ എന്നാൽ നിന്നെയും ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിനക്കത് അംഗീകരിക്കാൻ കഴിയുമോ? നീ പണ്ട് നിൻ്റെ ആദ്യ ഭാര്യ മനീഷ അവൾ ഒളിച്ചോടി പോയപ്പോൾ അവളെ നീ ഹോട്ടലിലോട്ട് കൊണ്ടുപോയി നീയും അവളും ഒരുമിച്ച് ഒരു ഹോട്ടൽ റൂമിൽ താമസിച്ചപ്പോൾ അത് വ്യഭിചാരം എന്ന് പറയണ്ടേ? അത് കേൾക്കുന്ന സത്യനെ ആകെ അങ്ങ് നാറിയതുപോലെ ആവാനിട്ട പ്രതിഭയുടെ മുന്നിൽ. എന്നിട്ട് സത്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എത്ര താറാക്കാൻ ശ്രമിച്ചാലും ഞാൻ അതിൽ തളരില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഉച്ചത്തിൽ തന്നെ പറയും. ഞാൻ നിൽക്കുന്ന വീട്ടിൽ ഇവളിവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങിടി ഇപ്പം തന്നെ. അത് കേൾക്കുന്ന ഹർഷ പറയണേ, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുകയാണ്. അത് കേൾക്കുന്ന സുശീല പറയണേ, ഞാനിവിടെ നിൽക്കേ, എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത എൻ്റെ കൺമുന്നിൽ വെച്ച് നീ ഇറങ്ങാൻ പറ്റില്ല. 10 മണിക്ക് രവികുമാർ നിന്നോട് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ സമയം പോകും. അതുവരെ ഇവിടെ തന്നെ, ഇത് എൻ്റെ വീടാണ്. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണം, ശരിയാണ്, ഇത് എൻ്റെ വീടാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിൽ ആര് നിൽക്കണമെന്ന് ആര് നിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ആഹാ അങ്ങനെയാണല്ലേ? എടി നീ എന്ത് കണ്ടിട്ടാടി നോക്കി നിൽക്കുന്നത്? അത് കേട്ടോടെ തന്നെ പ്രതിഭ ഇങ്ങനെ നെട്ടി നിൽക്കാനായിട്ട്. എന്നിട്ട് പ്രതിഭ പറയുന്നുണ്ട്, സത്യമായിട്ട് കാര്യമില്ലാത്തതിൽ ഇടപെടേണ്ട, ഇവരുടെ അഭിപ്രായത്തിനനുസരിച്ച് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് ഇവരുടെ അഭിപ്രായത്തിനനുസരിച്ച് വിടാനൊന്നും പറ്റില്ല. വ്യഭിചാരമാക്കി എടുക്കാൻ ഇവിടെ പറ്റില്ല, വ്യഭിചരിക്കുന്ന വീടാണെന്ന് പറയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രന് വീണ്ടും ദേഷ്യം വരട്ടെ. അപ്പോൾ ഇന്ദ്രൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറയണം, ശരി നിങ്ങളുടെ വീടാണെങ്കിൽ ഓക്കെ, ഞാനിവിടെ നിന്ന് അങ്ങ് ഇറങ്ങിക്കൊള്ളാം. എടി നീ എന്ത് കാണാനാണ് നോക്കി നിൽക്കുന്നത്? പെട്ടിയെടുത്ത് വാടി എന്ന് പ്രതിഭയോട് പറയുമ്പോൾ സത്യമായിട്ട് അത് വേണമെന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് പ്രതിഭയും സത്യമാണോ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഇന്ദ്രൻ എന്തൊരു കഷ്ടമാണ് ഇവനെ കൊണ്ട് എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സുശീല പറയാൻ അവനെ ഇറങ്ങട്ടെ. എന്നാൽ ഹർഷക്കാണെങ്കിലും വലിയൊരു പുഞ്ചിരി തന്നെ ആവാൻ. ഹർഷ സന്തോഷത്തോടു കൂടി ഇത്രയേ ഉള്ളൂ, ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഒക്കത്തിനെയും ഞാൻ ആട്ടി ഇറക്കി, ഇനിയാണ് കളി തുടങ്ങുന്നത് എന്ന ഭാവത്തിലാട്ടോ. പക്ഷേ പാവൻ സുശീല ഹർഷയുടെ വാല് തൂങ്ങി പിടിച്ചിരിക്കുന്നതിൻ്റെ ഗതി അറിയാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതേ സമയം ഇപ്പുറത്ത് മന്ദാകിനെയും മഹേഷിനെയാണ് കാണിക്കുന്നത്. അവർ രാഹുലിൻ്റെ വീട്ടിൽ എന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ ആരും തന്നെ കാണുന്നില്ലല്ലോ, വിജനമായി കിടക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ ബെല്ലടിക്കുന്നു. അപ്പോൾ ഉമ്മ വന്നിട്ട് വാതിൽ തുറക്കുകയാണ്. വിശ്വനാഥൻ്റെ ഉള്ളിലുണ്ട്. വിശ്വനാഥൻ ആരെന്നും പോക്ക് എന്ന് പറയണേ. അങ്ങനെ കയറി വിശ്വനാഥൻ വാതിൽ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ഉമ്മയും ചെല്ലുന്നുണ്ട്. അപ്പോൾ ഉമ്മയോട് മന്ദാകിനി ചോദിക്കണ്ടേ, ഞങ്ങളെ മനസ്സിലായില്ല, ആരാന്ന് മനസ്സിലായില്ല, ആരാന്ന് പറയണ്ടേ? അപ്പോൾ വിശ്വനാഥന് മനസ്സിലായില്ലേ? ഇല്ല, ഞങ്ങൾ രാഹുലിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അവിടെ ഇവിടെയൊക്കെ കാര്യമായി തന്നെ എല്ലാ പരിപാടികളും നടത്തി കൊടുക്കാൻ വന്നിരുന്ന ആളുകളായിരുന്നു. അയ്യോ മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും വിശ്വനാഥൻ പറയണ, അതെ നിങ്ങൾ ആ സച്ചിയുടെ പെങ്ങളാണ്. അതന്നെ മന്ദാകിനി, സച്ചിയുടെ പെങ്ങൾ മന്ദാകിനിയും ഇതെൻ്റെ മകനുമാണ്. എന്നാൽ കയറിയിരിക്കുന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും വിവാഹത്തിൻ്റെ അന്ന് ഇന്ദുമോളെ കണ്ടതാണ്, പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ദുമോളുടെ വിവരം ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇന്ദുമോളെ വിളിച്ചതെന്ന് പറയുമ്പോൾ രാഹുൽ ഇറങ്ങി വരുന്നു കേട്ടോ. അവളിവിടെ ഇല്ല എന്ന് പറയട്ടോ. അതെന്താ അവളിവിടെ ഇല്ലാത്ത? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഇവിടെ നിൽക്കില്ല എന്നുണ്ടോ? സംഭവം അവള് വായിൽ വെള്ളിക്കരണ്ടി ഇട്ടാണ് വളർന്നെങ്കിലും പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കേണ്ടവൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണ്ടേ? അത് കേൾക്കുന്ന രാഹുൽ പറയണേ, അവളിവിടെ ഇല്ല, അതെന്താ അവൾ വഴക്കിട്ട് പോയതാണോ എന്ന് മന്ദാകിനി വീണ്ടും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രാഹുൽ പറയണേ, എനിക്കൊരു കോളേജ് ടൂർ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ ഉമ്മ പറയണേ, ശരിയാണ്, കോളേജിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി എനിക്ക് ഡോക്ടർമാരുടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ് എന്ന് പറയട്ടെ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ മന്ദാകിനി പറയുന്നത്, മെഡിക്കൽ ക്യാമ്പ് ഉണ്ടെങ്കിൽ അവൾക്ക് എന്താ ഇവിടുത്തെ അച്ഛനമ്മയുടെ ഒപ്പം നിന്നൂടെ, അവൾക്ക് നിങ്ങളെ അച്ഛനമ്മയും കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പറയണേ, അങ്ങനെയൊന്നുമില്ല, ഇവനിവിടെ ഇല്ലാത്തത് കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് നിന്നാ. അപ്പോൾ
അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് വരില്ലേ ഇവളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ടിരിക്കണം, അത് കഴിഞ്ഞതിന് ശേഷം വരുമെന്ന് പറഞ്ഞ ഉടനെ മന്ദാകിനി മഹേഷും ചോദിക്കുകയാണ് എന്ത് പ്രശ്നം, നിങ്ങൾ ഇനി പിരിയാൻ പോവുകയാണോ എന്ന് മന്ദാകിനി ചോദിക്കുന്നു കേട്ടോ. അത് കേട്ടോ രാഹുൽ പറയാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കും, അതിനുശേഷം ഞങ്ങൾ ഒന്നാവുകയോ പിരിയുകയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ, അതുവരെ അവൾ അവളുടെ വീട്ടിൽ നിന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ മന്ദാകിനി ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം, ആ പ്രശ്നം നിങ്ങളോട് പറയാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആഹാ ഇവനല്ല എടുത്തുചാട്ടക്കാരനാണല്ലോ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് ഇവന് ദേഷ്യമാണല്ലോ, വെറുതെ അല്ല എൻ്റെ ഇന്ദുമോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, ഇങ്ങനെയുള്ള പായ്യന്മാരൊക്കെ എടുത്ത് കെട്ടിച്ച് കൊടുത്തതിന് സച്ചിയോടാണ് എനിക്ക് ദേഷ്യം തോന്നുന്നത്, ഇത്രയും മുൻശുണ്ടിയുള്ളവനെയൊന്നും ഒരിക്കലും കല്യാണം കഴിച്ച് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മന്ദാകിനി മഹേഷിനോട് പറയണേ ഇറങ്ങാം, ഇനി എന്ത് കാണാനാണ് നിൽക്കുന്നത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ സ്പീഡിൽ അവിടെ നിന്നും ഇറങ്ങുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സത്യനെയാണ് കാണിക്കുന്നത്, പ്രതിഭയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സുധനും പ്രതിഭയുടെ അമ്മയും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആഹാ മക്കൾ ഇന്നലെ പോയപ്പോഴേക്കും നിങ്ങളുടെ ടൂറ് കഴിഞ്ഞു. അപ്പോൾ സത്യൻ്റെ മുഖത്തൊരു പതർച്ച ഉണ്ട്. അങ്ങനെ സത്യം പറയണേ അതാ അമ്മ ഇന്നലെ ഇവൾക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര തലവേദന, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. തലവേദന അപ്പോൾ നീ ഡോക്ടർ കാണിക്കായിരുന്നില്ലല്ലോ, തലവേദന ആയപ്പോൾ അവൾക്ക് ഇങ്ങോട്ടേക്ക് പോരണമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോൾ ടൂറ് കാണാൻ പോയ റൂമിൽ അടച്ചിരിക്കാനല്ലോ അത് നല്ലത്, ഇങ്ങോട്ടേക്ക് വരില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാണ് കേട്ടോ. എന്നിട്ട് സത്യം പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഞാൻ പോട്ടേക്ക്, ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്കിനി ഇപ്പോൾ എൻ്റെ കട തുറക്കണം, കട തുറന്ന് ട്രാൻസ്പോർട്ട് കമ്പനിയൊക്കെ ഒന്ന് തുറന്നതിന് ശേഷം ഞാൻ പറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രതിഭയെ സുധനും പ്രതിഭയുടെ അമ്മയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പ്രതിഭ ഒന്നും മിണ്ടാതെ മൗനത്തോടു കൂടി കയറി പോകണം. എന്നാൽ ഈ സമയം രാമനാഥനെയും വനിതയാണ് കാണിക്കുന്നത്, അവർ പഞ്ചരത്നത്തിൽ കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. അത് കാണുന്ന അമ്പിളി ദയെ നിൻ്റെ കുഞ്ഞിത വന്നിരിക്കുന്നു ഉണ്ണിക്കുട്ട എന്ന് പറയുമ്പോൾ ദൈവം ഓടിക്കൊണ്ട് വരികയാണ്. പകുതി എത്തുമ്പോൾ ദയക്കൊരു ഷോക്ക് ആവണം. അങ്ങനെ ദയ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ രാമനാഥനും അതുപോലെ അനിതയൊക്കെ കയറി വരുന്നുണ്ട്. ഇട ഉണ്ണിക്കട്ടായിയെ വല്യമ്മയെ മറന്നെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വല്യമ്മ ഉണ്ണിക്കുട്ടനെയും കെട്ടിപ്പിടിച്ച് അകത്തോട്ട് കയറുമ്പോഴേക്കും മാഷ് അവിടെ എത്തുകയാണ്. അപ്പോൾ മാഷ് എന്താ രാമനാഥ ഈ വഴിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഉണ്ണിക്കുട്ടനെ അവൻ്റെ അമ്മയെ കാണണം എന്ന് തോന്നി അതുകൊണ്ട് വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ദയ വാതിലിൻ്റെ പിറകെ ഇങ്ങനെ നിൽക്കുമ്പോൾ രാമനാഥൻ ചോദിക്കുകയാണ് എന്താ മോളെ ഞങ്ങളെ കണ്ടിട്ട് നീ എന്താ ഉമ്മറത്തോട്ട് വരാത്തത്? ഒന്നുമില്ല പെട്ടെന്ന് കണ്ടപ്പോൾ എന്ന് പറയാണ്. എന്നാലും എൻ്റെ ഉണ്ണിക്കുട്ടനായിട്ട് നിങ്ങൾ വന്നല്ലോ എന്നൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അനിത പറയണേ അതിന് നന്ദി പറയേണ്ടത് എന്നോടല്ല, നീ നന്ദി പറയേണ്ടത് എൻ്റെ മോനോട് തന്നെയാണ്. നീ അന്ന് പോയപ്പോൾ നിൻ്റെ മകൻ ഒരുപാട് കരഞ്ഞു നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ. പിന്നീട് എനിക്ക് തോന്നി ഉണ്ണിക്കുട്ടനിൽ തന്നെ അവൻ്റെ അമ്മയെ അവനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അനിതേച്ചി എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. എടാ ഉണ്ണിമോനെ നിന്നോട് എനിക്ക് ഒരിക്കലും ദേഷ്യമില്ലട മോനെ, നിന്നെ അവിടെ അമ്മ ഉപേക്ഷിച്ച് പോയത് ഇത്രയും നാൾ നിൻ്റെ അച്ഛനല്ലായിരുന്നു നിന്നെ നോക്കിയത്, പെട്ടെന്നൊരു നിമിഷം നിൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയതാണ്. നിനക്ക് നീ നിൻ്റെ അച്ഛനെ തണലായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവിടെ ഇട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ അമ്മയോട് ക്ഷമിക്കണം, ഈ അമ്മ നിന്നെ ആർക്കും ഇട്ട് കൊടുക്കില്ല, ഈ അമ്മ എന്തായാലും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ദയ ഇങ്ങനെ കൊഞ്ചിച്ചും കൊണ്ടിരിക്കുമ്പോൾ അമ്പിളി പറയണേ അനിതയെ നീ എന്തായാലും ദയയുടെ റൂമിലോട്ട് ചെല്ല്, ദയ അവിടെ ഉണ്ടല്ലോ, ഞാൻ അപ്പത്തിന് ചായ എടുത്ത് വരാം. അപ്പോൾ രാമനാഥനും മാഷും കൂടി സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അനിതയും രാമനാഥനും കൂടി അനിതയും ദയയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അനിതയെ അങ്ങനെ കുട്ടിക്കുള്ള ഡ്രസ്സാണ്, 2-3 കൂട്ടി ഡ്രസ്സ് ഉണ്ട്, ഇത് ടോയ്സാണ്, അത് കുറച്ച് മിഠായി ആണെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എന്തായാലും അനിതേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട്, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നില്ല, ഇവനെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ദയ നീ എന്തിനാണ് എടുത്ത് ചാടി അവിടെ നിന്ന് പോയത്? അപ്പോൾ ശബരിയേട്ടൻ്റെ വിവരം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശബരിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു, കമ്പനിയിൽ എന്താ പ്രശ്നം എന്ന് അറിയില്ല, അവൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല, പഴയതുപോലെയൊന്നും ഇല്ല. ഇപ്പോൾ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ശബരിക്ക് തീരെ മിണ്ടാട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് ചോദിക്കുമ്പോൾ ദയയുടെ മുഖം മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദയ പറയണേ എന്തായാലും എൻ്റെ കുഞ്ഞിനെ ഇനി കുറച്ച് ദിവസം ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തുന്നത്, അതുകൊണ്ട് ശബരിയേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ സമയത്ത് ശബരിക്ക് അവരും കൂടി ഇല്ലെങ്കിൽ പക്ഷേ ശബരി തളരും. പിന്നെ അത് മാത്രമല്ല ദയ നീ അങ്ങോട്ടേക്ക് വാ. അപ്പോൾ അത് കേട്ടോടുന്നെ ഇല്ല ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തതിന് ശേഷം ഞാൻ വരുള്ളൂ. പിന്നെ ഉണ്ണിക്കുട്ടനെ ഇന്നൊരു ദിവസം എൻ്റെ കൂടെ നിർത്തട്ടെ, കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് എൻ്റെ ഉണ്ണിക്കുട്ടനെ കുറച്ച് നിമിഷങ്ങൾ ഞാനൊന്ന് കാണട്ടെ എന്ന് കരുതിയാണ്. പിന്നെ നാളെ ഞാൻ അങ്ങോട്ട് രജിസ്ട്രേഷൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയം എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ അനിതേശ്വരയിൽ നാളെ തന്നെ ഏൽപ്പിക്കാം, അത് മതി എന്നൊക്കെയാണ് പറയട്ടെ. അപ്പോൾ അമ്പിളി ചായ അടിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ ഇവർ ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതേ സമയം ഇങ്ങനെ വാസന്തിയാണ് കാണിക്കുന്നത്. വാസന്തി കുറേ മുക്കുബണ്ടങ്ങൾ ഇങ്ങനെ എടുത്തെറിയുന്നുണ്ട്, കളറ് പോയ മുക്കുബണ്ടങ്ങളാണ്. അപ്പോൾ ധനരാജ തൻ്റെ ബൈക്ക് ഇങ്ങനെ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ധനൻ ഇങ്ങനെ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറിച്ചില്ലാണ്. അങ്ങനെ വാസന്തി ഇതെന്താ മുക്കുബണ്ടൊക്കെ ആകെ കളറ് പോയിട്ടുണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ മുക്കിച്ച് കൊണ്ടുവരാം, ഇത് മനുഷ്യ 1 ഗ്രാമിൻ തങ്കത്തിൽ പൊതിഞ്ഞൊന്നല്ല, ഇത് സാധാ
മുക്കുപണ്ടമാണ് ഇത്, മുക്കാൻ കൊടുക്കണമെങ്കിൽ തന്നെ കുറേ ദിവസങ്ങൾ പിടിക്കും, അതൊന്നും നടക്കില്ല. പിന്നെ ഇപ്പം നിനക്ക് എവിടേക്കും പോകാനൊന്നുമില്ലല്ലോ, അപ്പോൾ മുക്കിയിട്ട് എന്താ കാര്യം, നിനക്ക് എവിടേക്കാ പോകാനുള്ളത്, എവിടെയും പോയില്ലല്ലോ. അത് നിങ്ങളങ്ങ് പറയണം. എൻ്റെ കൂട്ടുകാരിയുടെ കുടുംബശ്രീയിലെ ആ പെണ്ണിൻ്റെ വിവാഹ നിശ്ചയമാണ്, ആ സമയം എനിക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ എന്താ ഞാൻ വരണമെന്നാണ് പറയുന്നത്. അത് കേൾക്കുന്ന വാസന്തി നിങ്ങളുടെ എന്ന് ചോദിക്കുന്നുണ്ട്. വരണമെങ്കിൽ വരണ്ട, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്നേക്കാം, എന്തായാലും എനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്.